സത്യത്തിൽ നമ്മളെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. നമുക്കൊരാൾ ഇഷ്ടമുണ്ടെങ്കിൽ എപ്പോഴും അയാളുടെ മഹത്വങ്ങൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെടുന്നയാളെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. സകല സന്ദർഭങ്ങളിലും ഇഷ്ടമുള്ളവരെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഇഷ്ടപ്പെട്ടവരുടെ സംസാരം കേൾക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ എത്ര മണിക്കൂറുകൾ നമ്മൾ സംസാരിച്ചാലും നമുക്ക് സമയം പോണത് അറിയില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു തആലയെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന് നിസ്കാരവും, 2 ഖുർആൻ പാരായണവും. കാരണം നിസ്കാരം അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവുമായി സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കും. അള്ളാഹിൻ്റെ സംസാരം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതും, അത് കേൾക്കും. അപ്പോൾ നമ്മൾ റബ്ബിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിസ്കരിക്കാൻ നമുക്കെന്തുണ്ടാവും, ഇഷ്ടമുണ്ടാവും. ഒരു ബാധ്യത പോലെ നിർവഹിച്ചു പോവല്ല. നിസ്കരിക്കാനൊരിഷ്ടം, ഖുർആൻ ഓതാനൊരിഷ്ടം, ഖുർആൻ കേൾക്കാനൊരിഷ്ടം, ദീനിൻ്റെ ക്ലാസ്സുകളിൽ അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ വരാനൊരു പ്രത്യേകമായ താല്പര്യം അതുണ്ടാവും.